എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഹിജാബ് വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാവുകയാണ്. സെന്റ് റീത്ത സ്കൂളിൽ ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു അനാവശ്യ വിവാദം ഉണ്ടാവുന്നു. അതിനെ തുടർന്ന് വീണ്ടും വീണ്ടും ഹിജാബ് നിരോധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ സംഘപരിവാർ അജണ്ടയുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമുണ്ട് എന്ന രീതിയിൽ വാദിക്കുന്നവരുമുണ്ട്. അതേസമയം ഹിജാബ് എന്നാൽ സ്ത്രീവിരുദ്ധമാണ് എന്നും ഒരു കുട്ടിയുടെ പഠനത്തിൽ അല്ലെങ്കിൽ പൊതു ഇടമായ സ്കൂളിലേക്ക് ഹിജാബ് അടക്കമുള്ള യാതൊരു മതചിഹ്നങ്ങളും കൊണ്ടുവരേണ്ടതില്ല എന്ന് വാദിക്കുന്ന ആളുകളുമുണ്ട്. വ്യക്തിക്ക് ഹിജാബ് ധരിക്കണമെങ്കിൽ ധരിക്കാം, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അതിൽ യാതൊരു പ്രശ്നവുമില്ല. അത് ഒരാളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ അവിടെ ചോയ്സുകൾ ആവശ്യമുണ്ട് എന്ന് മാത്രം. ഒരു വസ്ത്രം ചോയ്സ് ആകണമെങ്കിൽ നിരവധി ഓപ്ഷനുകൾ നൽകേണ്ടതുണ്ട്. എന്നാൽ നിർബന്ധിതമായി ഒരു വസ്ത്രം ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് ശാസനയാണ്, നിബന്ധനയാണ്, അവിടെ സ്വാതന്ത്ര്യമില്ല. എന്തായാലും ഹിജാബ് വിഷയം വീണ്ടും കത്തിക്കയറുകയും ഈ 21ാം നൂറ്റാണ്ടിലും നമ്മൾ ഇത്തരം വിഷയങ്ങളിലാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ ഒരു ആശങ്ക വ്യക്തിപരമായി എനിക്കുണ്ട്. കഴിഞ്ഞ ദിവസം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി അടക്കം ഇത്തരം വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയ സ്റ്റാറുകളായി മാറുകയാണ്. അതിനേക്കാളും ഒക്കെ ഉപരിയായി വീണ്ടും വീണ്ടും കല്യാണ വേദികളിൽ പഠിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് ഇരുത്തിക്കൊണ്ടുള്ള വിഷ്വലുകളും വീഡിയോകളും നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ അവിടെ ലൈംഗികത മാത്രമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം സാമൂഹിക വിരുദ്ധർ, ആധുനിക വിരുദ്ധരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ സംസാരിക്കുകയാണ് ആരിഫ് ഹുസൈൻ തെരുവത്ത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഇവിടെ ആരും സംസാരിക്കാതെ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എന്താണ്? വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഇവിടെ ആർട്ടിക്കിൾ 30 പ്രകാരം ന്യൂനപക്ഷങ്ങൾക്ക്, മത ന്യൂനപക്ഷമായിക്കോട്ടെ, മറ്റ് ലിംഗ്വിസ്റ്റിക് ന്യൂനപക്ഷങ്ങളായിക്കോട്ടെ, അവർക്ക് അവരുടെ സ്ഥാപനങ്ങൾ നടത്തുവാനും അതിൽ നിയമങ്ങൾ വെക്കാനും അത് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവകാശം ഉറപ്പ് കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് അങ്ങനെ ഒരു അവകാശമുണ്ട്. ഇവിടെ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമ്മൾ അളന്നാൽ അതിൽ ഏറ്റവും ന്യൂനപക്ഷം ആരാണ്? അത് ഈ ക്രിസ്ത്യൻ വിഭാഗം തന്നെയല്ലേ? പ്രധാനപ്പെട്ട 3 മതങ്ങൾ എടുത്തു കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ടല്ലേ മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷം വരുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ കാണുന്ന എന്താണ്? ഒരു ന്യൂനപക്ഷത്തിന്റെ ഒരു സ്ഥാപനത്തിൽ അവർക്ക് അവരുടെ നിയമങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാകാനും വെക്കാനും അത് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കെ അത് മറ്റൊരു ന്യൂനപക്ഷം വന്ന് ഇതേപോലെ ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മൾ നിൽക്കേണ്ടത് അതിൽ ആ പീഡിപ്പിക്കപ്പെടുന്ന അതല്ലെങ്കിൽ അവിടെ കോർണർ ചെയ്യപ്പെടുന്ന ന്യൂനപക്ഷത്തിന്റെ ഒപ്പമല്ലേ നമ്മൾ നിൽക്കേണ്ടത്? ആ അവകാശം ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് നമ്മൾ അവിടെ പൊക്കി വെക്കുമ്പോൾ അവിടെ കന്യാസ്ത്രീകൾ ചെയ്തതിൽ ഒരു തെറ്റും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അവര് ട്രാപ്പിൽ വീണു, അവർ ഇതിനകത്ത് അനുവദിക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ നിയമത്തിൽ ഈ മറ്റൊരു ന്യൂനപക്ഷം വന്ന് അവരുടെ അവകാശത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ഗുണ്ടായിസം, അതിൽ ഈ പറയുന്ന തളർന്നു പോകുന്ന അവസ്ഥ മറ്റൊരു ന്യൂനപക്ഷത്തിന് ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ അനുവദിക്കുകയാണ് വേണ്ടത്. അവിടെ ആ സംഗതി ഉയർത്തി വെച്ച ആ ന്യൂനപക്ഷത്തോടൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത്? കന്യാസ്ത്രീകളോടൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത്? അത് അവരുടെ അവകാശമല്ലേ? ഇത് ഇവിടെ ആരും ചർച്ച ചെയ്യാതെ പോകുന്നത്. ഈവൻ ഇപ്പൊ ഈ സഭയിൽ നിന്നും വരുന്ന ആളുകൾ പോലും ഇത് ചോദിക്കുന്നത് ഞാൻ കാണുന്നില്ല. അത് വളരെ എന്തുകൊണ്ടാണ് അത് ചോദിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ എനിക്കൊക്കെ ഞാൻ ഈ വിഷയത്തിൽ ഈ ഒരു നിലപാട് പറയുമ്പോൾ എന്റെ പ്രശ്നം ഇതാണ്. അല്ലാതെ ഹിജാബ് അതിന്റെ മറ്റ് ചരിത്രമോ അത് എന്താണ് മതചിഹ്നമാണോ അല്ലെ, ഇതൊക്കെ പിന്നത്തെ കാര്യമാണ്. ഫസ്റ്റ് തിങ് ഇവിടെ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് പ്രകാരം ആ ന്യൂനപക്ഷം അവകാശം എന്നുള്ള നിലയ്ക്ക് അവിടെ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവിടുത്തെ സ്റ്റേറ്റിനുണ്ട്. ആ ഒരു അവകാശത്തെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള സ്റ്റേറ്റ് ഇവിടെ നിന്ന് ചെയ്തത് എന്താണ്? അവര് അതിനെ അവമതിക്കുക മാത്രമല്ല, അതിനെ അവമതിക്കുന്ന ആളുകൾക്ക് കൂടെ കൂടുകയാണ് ചെയ്തത്. അത് സ്റ്റേറ്റിനോടൊപ്പം കൂടിയത് ഇവിടുത്തെ മാധ്യമങ്ങൾ കൂടി ആവുമ്പോൾ സത്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു തകർച്ചയാണെന്ന് ഞാൻ പറയാം. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മളിപ്പോ ഈ ആയിഷ വരുന്നു, അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും കുട്ടികളൊക്കെ വന്ന് ഇതേപോലെ ചെയ്യുമ്പോൾ അവിടെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്. കാരണം നമ്മളിവിടെ കണ്ടിട്ടുണ്ടല്ലോ. എനിക്കൊക്കെ ചോദിക്കാനുള്ളത് ഇതാണ്. ആയിഷ എന്ന് പറയുന്ന കുട്ടി ഈ പറയുന്ന സംഗതി ഇടുന്നു. ഈ ആയിഷ ആയിരുന്നു അന്ന് സമസ്തയുടെ വേദിയിൽ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിച്ച് കയറിയിരുന്നുണ്ടെങ്കിൽ ആ ആയിഷയെ ഇറക്കി വിടാൻ അവിടെ ഉസ്താദുമാര് നിൽക്കില്ലേ? അപ്പൊ അതിനവിടെ നിന്ന് ആ മത നിയമം അവിടെ അടിച്ചേൽപ്പിക്കുന്നത് ക്രിസ്ത്യൻ സഭയാണോ? അല്ലല്ലോ, അത് ഉസ്താദുമാർ തന്നെയല്ലേ. അപ്പൊ ഇന്നിപ്പോ ഹിജാബിന് വേണ്ടി വാദിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ ആളുകൾ സ്വന്തം മതത്തിലെ പെൺകുട്ടികളോട് ചെയ്തിരിക്കുന്നത് എന്താണ്? നിലവിൽ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലൊക്കെ നമ്മൾ കണ്ടു. മലാല യൂസുഫ് സായിയുടെ ഉദാഹരണം എടുക്കൂ.
വിദ്യാഭ്യാസം നിഷേധിച്ചു എന്നാണ് ആയിഷ പറയുന്നത്. എവിടെയാണ് ഈ കുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിട്ടുള്ളത്? ഇല്ലല്ലോ. യൂണിഫോം പാലിച്ചാൽ നിങ്ങൾക്ക് സ്കൂളിൽ വരാം എന്ന് പറയുമ്പോൾ അതൊരു തട്ടത്തിന്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിച്ചു എന്നുള്ള നുണ വരെയല്ല ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ വരെ ഇവിടെ പറയുന്നു. അതിന് മാധ്യമങ്ങൾ കൊടപിടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇത് ഇനിയെങ്കിലും തിരുത്തി പറയണ്ടേ? അതിന് ഇതേപോലുള്ള മാധ്യമങ്ങളെങ്കിലും തയ്യാറാവണമെന്നാണ് ഞാൻ പറയാ. അത് കാണുന്നില്ല. അപ്പൊ അങ്ങനെ നുണകൾ പറഞ്ഞും കെട്ടുകഥകൾ അതിനോടൊപ്പം കെട്ടിച്ചമച്ചിട്ടും ഇപ്പോ കന്യാസ്ത്രീ തട്ടമിടുന്ന കുട്ടികളെ കാണുമ്പോൾ പേടിപ്പെടുത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എവിടെയാ അത് പറഞ്ഞിട്ടുള്ളത്? ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അങ്ങനെയുള്ള നുണകൾ പോലും ഇന്ന് മാധ്യമങ്ങൾ ഏറ്റുപാടുകയാണ്. അത് കൂടുതൽ നറേറ്റീവ് ബിൽഡ് ചെയ്ത് അതിന്റെ മുകളിലുള്ള മറ്റു കഥകൾ പൊലിപ്പിച്ച് ആ സ്ഥാപനത്തെയും അതിലുള്ള അധികാരികളെയും ഇതേപോലെ എന്താണ് ഡ്രാക്കുളയൊക്കെ വിശേഷിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ചിത്രങ്ങൾ വരെ വെച്ചിട്ട് കൊണ്ടുപോകുന്നത്. ഇതേപോലെയുള്ള കാര്യങ്ങൾ തിരിച്ച് ഒരു ഉസ്താദുമാർക്കെതിരെയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സ്ഥാപനത്തിനെതിരെയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂനപക്ഷ വേട്ട, മുസ്ലിം വേട്ട എന്ന് പറഞ്ഞ് നിലവിളിയായിരിക്കില്ലേ? അപ്പൊ ഈ ന്യൂനപക്ഷ വേട്ടയും ഇത്തരം കാര്യങ്ങളും ക്രിസ്ത്യാനികൾക്കും ബാധകമല്ലേ? ഇതെന്താണ് ഇങ്ങനെ അഴിച്ചുവിടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് ഇനിയെങ്കിലും മാധ്യമങ്ങൾ അതിനകത്ത് ക്രിയാത്മകമായിട്ട് ഇടപെടണം എന്നാണ് എൻ്റെയൊക്കെ ഒരു എന്താ പറയാ അഭിപ്രായം, സ്വപ്നം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് കാണുന്നില്ല. ഇപ്പൊ നമ്മൾ തട്ടമൊക്കെ വിടുക. ഒരു സ്കൂളിൽ ഇപ്പൊ ഷൂസ് ഇട്ട് വരണം എന്ന് പറയുന്ന ഒരു നിയമമുള്ള സ്ഥലത്താണ് ഒരു കുട്ടിക്ക് പറയാണ് എനിക്ക് ഷൂസ് ഇടുന്ന ഇഷ്ടമല്ല, എനിക്ക് ചെരുപ്പിടാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ സമ്മതിക്കോ? ഇല്ലല്ലോ. ഷൂസ് ഇട്ടാ അവിടെ പഠിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ പോയിരുന്നല്ലേ പറയൂ. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ കോളേജിൽ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഷൂസ് പൊട്ടിയപ്പോൾ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു തരാൻ കാശില്ലാതിരുന്നതിന്റെ പേരിൽ അത് ഇടാതെ 2 ദിവസം പോയ സമയത്ത് കാലിൽ മുറിവാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുങ്ങി നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം പിടിച്ചു അസംബ്ലി വെച്ചിട്ട്. അപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞതാണ്, ഇവിടെ ഷൂസ് ഇടണം മോനെ, അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. അപ്പോൾ ഇത് വീട്ടിൽ പോയി പറഞ്ഞ് അങ്ങനെ അവസാനം കാശ് തന്ന് അത് വാങ്ങിച്ച് ഇടുന്ന ഒരവസ്ഥ. അപ്പോൾ അത് യൂണിഫോം ഉണ്ടെങ്കിൽ അത് പാലിക്കുക. അത് ഷൂസ് ആയിക്കോട്ടെ, ബെൽറ്റ് ആയിക്കോട്ടെ, മുടി കെട്ടുന്ന ആയിക്കോട്ടെ, അതെന്ത് തന്നെയായാലും അതിനെ നമ്മൾ അനുസരിക്കാൻ പഠിക്കണം. അതിന് പകരം അവിടെ ഒരു ലോലെസ്നെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തരം മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ ജിഹാദി തൊരപ്പപ്പണി, അതാണ് ഇവിടെ നടക്കുന്നത്. ആ തൊരപ്പപ്പണി, വസ്ത്ര സ്വാതന്ത്ര്യം, ന്യൂനപക്ഷ അവകാശം എന്നൊക്കെ പറഞ്ഞ് കൺകെട്ട് പണി ഇവിടെ നടത്തിയതിൽ ഇവിടുത്തെ മാധ്യമങ്ങളും പൊതുജനങ്ങളും ഇവിടെയുള്ള ഈ കപട ലിബറലുകളും ഒക്കെ കൂടിയാണ് ഇപ്പോൾ ആ ട്രാപ്പിലാണ് വീണിരിക്കുന്നത്. ജിഹാദികളുടെ ട്രാപ്പിൽ നാട്ടുകാർ മുഴുവൻ വീണിരിക്കുകയാണ്. അതിൽ വീഴാത്തത് ഈ കന്യാസ്ത്രീകൾ മാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ ഇനിയെങ്കിലും നമ്മളത് തുറന്ന് പറയണം. ന്യൂനപക്ഷ അവകാശം സംരക്ഷിക്കേണ്ട ബാധ്യത സ്റ്റേറ്റിനുണ്ട്. അതിന്റെ കൂടെയാണ് നമ്മളൊക്കെ നിൽക്കേണ്ടത്. അതിൽ ഇനിയെങ്കിലും നമ്മൾ ഉണർന്ന് ആ കന്യാസ്ത്രീകളുടെ വാദം, ആ ഭാഗം നമ്മൾ പറയാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഞാൻ പറയാം. താങ്ക് യു.